വിശദമായി നോക്കാം. ഇന്ത്യക്കെതിരായ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ പാകിസ്ഥാൻ പതറുന്നു. 7 വിക്കറ്റ് നഷ്ടത്തിൽ 217 റൺസ് എന്ന നിലയിലാണ് പാകിസ്ഥാൻ. സൗത്ത് ഷക്കീൽ അർദ്ധ സെഞ്ചുറി നേടി. MS ഹരികൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, ഇതുവരെയുള്ള മത്സരം വിലയിരുത്തുമ്പോൾ നമ്മൾ ടീം ഇന്ത്യ ആത്മവിശ്വാസത്തിൽ ഒരു തരിമ്പ് പോലും കുറവ് വരുത്തേണ്ട ആവശ്യമില്ല, അല്ലേ? തീർച്ചയായും ആര്യ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ആദ്യത്തെ പവർ പ്ലേ, ആദ്യത്തെ 10 ഓവറിൽ തന്നെ 2 വിക്കറ്റുകൾ വീഴ്ത്താൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. 2 ഓപ്പണർമാരെയും ഇമാം ഉൽ ഹക്കിനെയും ബാബർ അസമിനെയും പുറത്താക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. 41 റൺസ് എടുക്കുമ്പോഴാണ് ആദ്യ വിക്കറ്റ് പാകിസ്ഥാൻ നഷ്ടമാവുന്നത്. പിന്നാലെ ഒരു മധ്യനിരയിൽ ഒരു ചെറുത്തുനിൽപ്പ് സൗത്ത് ഷക്കീലും മുഹമ്മദ് റിസ്വാനും ചേർന്ന് നടത്തുകയും ചെയ്തെങ്കിൽ പോലും അവരുടെ ഒരു വിക്കറ്റ് നഷ്ടമായതോടുകൂടി തന്നെ പാകിസ്ഥാൻ പിന്നീട് തകരുന്ന ഒരു കാഴ്ച ചീട്ടുകൊട്ടാരം പോലെ തകരുകയായിരുന്നു. ഇപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ 46 ഓവർ പിന്നിട്ട് ഏകദേശം 216 റൺസ് എന്ന നിലയിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. ഏകദേശം ഒരു 275 റൺസ് വരെ സ്കോർ പോകും എന്ന രീതിയിലേക്ക് ഒരു പ്രൊജക്റ്റഡ് സ്കോർ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു 250 പാകിസ്ഥാൻ എത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തായിരിക്കാം പാകിസ്ഥാൻ ഇപ്പോൾ നിലവിൽ ബാറ്റ് ചെയ്യുന്നത്. ഖുഷ്ദിൽ ഷായും നസീം ഷായുമാണ് ഇപ്പോൾ ക്രീസിൽ നിൽക്കുന്നത്. നസീം ഷാ തന്നെ ഒരു പേസ് ബോളറാണ്. ആകെ ഇനി 250 എത്തിക്കാൻ പ്രാപ്തിയുണ്ടെങ്കിൽ അത് ഖുഷ്ദിൽ ഷായുടെ തോളിലേറിയായിരിക്കാം പാകിസ്ഥാൻ മുന്നോട്ട് പോവുക എന്നുള്ളത്. പക്ഷേ ഇന്ത്യൻ ബോളർമാർ അക്ഷരാർത്ഥത്തിൽ മിഡിൽ ഓവേഴ്സിൽ പ്രത്യേകിച്ച് സ്പിന്നർമാരെ ഉപയോഗിച്ചുകൊണ്ട് അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയും കുൽദീപ് യാദവും പ്രത്യേകിച്ച് ഈ 3 സ്പിന്നർമാരും ഏറ്റവും പ്രധാനമായി ഇന്ത്യ മധ്യനിരയിൽ പ്രത്യേകിച്ച് മിഡിൽ ഓവേഴ്സിൽ പാകിസ്ഥാനെ പിടിച്ചു കിട്ടുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഒരു വലിയ ഷോട്ടിലേക്ക് മുതിരുമ്പോൾ പോലും അത് നടക്കാത്തൊരു സാഹചര്യത്തിലേക്ക് നിലവിലുണ്ടായിരുന്നു. എന്തായാലും ആദ്യ ഇന്നിംഗ്സ് അവസാനിക്കാനിരിക്കെ 250 പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു ടോട്ടൽ. അതിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യക്കൊരു ഫൈറ്റ് ചെയ്യാൻ ഒരു സ്കോറായിട്ട് 250, അതാണ് പാകിസ്ഥാന്റെ നിലവിലത്തെ ലക്ഷ്യമാര്യ. തീർച്ചയായും ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സൂപ്പർ സൺഡേയിൽ പതറുകയാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനെ കരുത്ത് കാട്ടാൻ അനുവദിക്കാതെ തളച്ചിടുകയാണ് ടീം ഇന്ത്യ. മറ്റു വാർത്തകളിലേക്ക്. കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പുമായി ഇന്ത്യൻ എക്സ്പ്രസിൽ ശശി തരൂരിന്റെ ലേഖനം. പരമ്പരാഗത പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസിന് ഇനി അധികാരത്തിൽ വരാൻ കഴിയില്ലെന്നാണ് മുന്നറിയിപ്പ്. പാർട്ടിക്ക് തന്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ മറ്റു വഴികളുണ്ടെന്നും ലേഖനത്തിൽ തരൂർ തുറന്നടിച്ചു. സംസ്ഥാന കോൺഗ്രസിൽ നേതൃദാരിദ്ര്യം ഉണ്ടെന്നാണ് പരിഹാസം. ലേഖന വിവാദത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ ഇടപെട്ട് ശശി തരൂരിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടന്നതിന് പിന്നാലെയാണ് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള തരൂരിന്റെ ലേഖനം ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വീണ്ടും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് വോട്ടുകൾ കൊണ്ട് മാത്രം ദേശീയ തലത്തിലും സംസ്ഥാനത്തും ഇനി അധികാരത്തിലെത്താനാവില്ലെന്നതിന്റെ തെളിവാണ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ തുടർച്ചയായ പരാജയങ്ങളെന്നാണ് ലേഖനത്തിലെ വിമർശനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ ലഭിച്ച വോട്ട് വിഹിതം 19% ഇത് 26 മുതൽ 27% വരെ അധികമായി ഉയർത്തിയാൽ മാത്രമേ അധികാരത്തിൽ എത്താൻ കഴിയൂവെന്നാണ് തരൂർ വ്യക്തമാക്കുന്നത്.